അസ്സലാമലൈക്കും. ഇന്നാണ് എൻ്റെ നിക്കാഹ്. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഞാനും ബേസ്ലൈറ്റിനും കൂടി തിരിച്ചിരിക്കുകയാണ്. വെളുപ്പിനെ 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങിട്ടോ. ചെറിയൊരു മഴയും ഒക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മുഴുവൻ കാര്യങ്ങൾ കാണിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാലോ ആ ഒരു ദിവസത്തെ തിരക്ക് എന്താണെന്നുള്ളത്. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും അത്യാവശ്യം പെട്ടെന്ന് തന്നെ എനിക്ക് ചെയ്തു തന്നു. എനിക്ക് ആകെ ടെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രൂം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഫോട്ടോഷൂട്ടിനായിട്ട്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇങ്ങനൊരു ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ ഇങ്ങനൊരു ലുക്ക് ചൂസ് ചെയ്യാൻ കാരണം എന്ന്. ഞാനിത് എവിടെയും നോക്കിയിട്ട് റെഫറൻസ് നോക്കി ചൂസ് ചെയ്തതല്ല. എൻ്റെ ഒരു ഡ്രീം വെഡ്ഡിങ് ലുക്ക് തന്നെയായിരുന്നു. ഞാൻ അതിന് ക്രിയേറ്റ് ചെയ്തെടുക്കുകയായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഹെവി ആകുമ്പോൾ എനിക്ക് കുറച്ച് സിമ്പിൾ ആവാനായിരുന്നു ഇഷ്ടം. ആൻഡ് ഐ എം കംഫർട്ടബിൾ ആൻഡ് ഐ എം ഹാപ്പി വിത്ത് മൈ ഔട്ട്ഫിറ്റ്. ഒക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം ഗ്രൂമിൻ്റെ അടുത്ത് പോവുകയാണ്. ഗ്രൂമിനെ കണ്ടിട്ട് ഫസ്റ്റ് റിയാക്ഷൻ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. പക്ഷെ ഗ്രൂം അവിടെ വലിയ തിരക്കിലായിരുന്നു. അത് കാരണം എന്നെ ഒന്നും നോക്കിയത് പോലുമില്ല. അപ്പൊ അവിടെ എത്ര നേരം കൊണ്ട് എന്നെ കാത്തിരിക്കുന്നു? എങ്ങനെ ഇരിക്കുന്നു? കൊടുത്തോ? ഒന്നും നോക്കണ്ട. അതാ കട്ട പോസ്റ്റാ. എങ്ങനുണ്ട് ബ്രോ? നിങ്ങളുടെ ബ്രൈഡ് എങ്ങനെയുണ്ട്? പറയുന്നില്ല, മിണ്ടായിരിക്കുന്നു. തിരക്കേടില്ലല്ലേ? പോരാ അങ്ങോട്ടല്ലേ? അയാ അങ്ങനെ വേഗം തന്നെ നമ്മുടെ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇത് ലൊക്കേഷൻ വരുന്നത് കൊല്ലം അഷ്ടമുടിയിലെ സമീറ റിസോർട്ടാണ്. ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ചെക്കൻ നിക്കാഹിന് എത്തിയൊക്കെയാണ്. അപ്പോൾ ഞാനിവിടെ അകത്തുണ്ട്. ഇതുവരെ കാണാത്തൊരു എക്സൈറ്റ്മെൻറ്റ് പോലെയൊക്കെയാണ് ഞാനിവിടെ നിന്ന് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. നമ്മളിതൊരിക്കലും ഒരു അഭിനയമായിട്ട് കൂട്ടാൻ പറ്റൂല. ശരിക്കുള്ള എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ലൈഫിൽ ആദ്യത്തെ ഓരോരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതിനൊരു ഭയങ്കരമായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റും സങ്കടവും സന്തോഷവും എല്ലാം എൻ്റെ ഫേസിലുണ്ടായിരുന്നു. കണ്ടില്ലേ, 32 പല്ലും വെച്ചിട്ട് ചിരിച്ചുകൊണ്ടിരിക്കണത്. ശരിക്കും ഇത് ഞാൻ അറിഞ്ഞിട്ട് ചെയ്തതല്ല ഗൈസ്. അങ്ങനെ നിക്കാഹിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായി. അപ്പം എല്ലാവരും നിക്കാഹിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. യെസ്, അങ്ങനെ ഞങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്.
അറ്റ് ലാസ്റ്റ് തൃശ്ശൂർ കൊല്ലം എങ്ങനെയെന്നുള്ള ഒരുപാട് പേരുടെ സംശയത്തിന് മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾ അങ്ങനെ കല്യാണം കഴിച്ചിരിക്കുകയാണ് ഗൈസ്. ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചാലും അറേഞ്ച്ഡ് ആണോ എന്ന് ചോദിച്ചാലും ഒരേ ഉത്തരം പറയണം ഞങ്ങളോട്. വേറൊന്നും ചോദിക്കാൻ വരരുത്, ഞങ്ങൾ പറയില്ല. വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ റൂമെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ചെക്കൻ്റെ ആൾക്കാരൊക്കെ തിരിച്ച് തൃശ്ശൂർക്ക് പോയതുകൊണ്ട് തന്നെ ചെക്കൻ മാത്രമേ ഇവിടെ ഉള്ളൂ. സോ ഞങ്ങളെ കുറച്ച് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കസിൻസ് എല്ലാം കൂടി ചെറിയൊരു Q&A സെക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചോദിച്ചാൽ ഞങ്ങൾ അടിയാവുന്നുള്ളതുകൊണ്ട് തന്നെ അവരത് അവിടെ തന്നെ നിർത്തി വെച്ചു. കുറച്ചു നേരം ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്നു സംസാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഗിഫ്റ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നേരത്തെ കിടന്നു. ബിക്കോസ് നല്ല ടയേർഡായിരുന്നു. എനിവേ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഒരു കുട്ടി വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ.